നോക്കുകയാണെങ്കിൽ നമ്മൾ സീസൺ അനുസരിച്ച് മുൻകൂട്ടി തന്നെ ഓരോ സെക്ഷൻസും സെറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വൈറ്റ് സാരീസ് മുൻകൂട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വൈറ്റ് സാരീസിനായിട്ടൊരു സെക്ഷൻ തന്നെയാണ് നമ്മളിവിടെ തുറന്നേക്കുന്നത്. ആൻഡ് ഒത്തിരി കളക്ഷൻസും നമ്മൾ ഈ ഒരു സെക്ഷനിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫാബ്രിക് ആണെങ്കിലും ഒരു 10ഓളം വെറൈറ്റി ഓഫ് ഫാബ്രിക് നമ്മൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. വൈറ്റിൽ നോക്കുകയാണെങ്കിൽ വൈറ്റിന് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നോർമലി എല്ലായിടത്തുനിന്നും ആ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി സഞ്ചരിച്ച് അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പഠിച്ച് അങ്ങനെ എവിടെയൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും, നമ്മുടെ കസ്റ്റമേഴ്സിന് എങ്ങനത്തെയൊക്കെ ഫാബ്രിക്കാണ് അവർക്ക് ഇഷ്ടപ്പെടുക, ഏത് ടൈപ്പുള്ള ഡിസൈൻസാണ് അവർക്ക് പറ്റുക, അതൊക്കെ നമ്മൾ മുൻകൂട്ടി പഠിച്ച് അറിഞ്ഞ് അങ്ങനെ ഒത്തിരി ട്രാവൽ ചെയ്ത് ഒക്കെയാണ് നമ്മുടെ കളക്ഷൻസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഡിസൈൻസും ഒന്നിനനുസരിച്ച് യുണീക്കാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. സോ നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഹോണറിലേക്ക് വരുവാണെങ്കിൽ കൂടുതൽ ഡിസൈനർ പീസസ്, അതായത് നമ്മൾ യൂഷ്വലി കാണാത്ത ടൈപ്പ് ഒത്തിരി കളക്ഷൻസ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും ആ ടൈപ്പാണ്. അപ്പം അവരുടെ ആ ഒരു ഇഷ്ടവും അവരുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്, കാരണം ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അഡ്വാൻറ്റേജ് ആണ്. കാരണം എല്ലാ കാര്യങ്ങളും പഠിച്ച് കണ്ട് അറിഞ്ഞ് കുറച്ചുകൂടെ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്താനും ഈസിയാണ്. സോ അപ്പോൾ എല്ലാവരും അതിനനുസരിച്ചാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിസിനസ് ആണെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. സോ നമ്മൾ നമ്മുടെ ഒരു സെക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നതും അതിനനുസരിച്ച് തന്നെയാണ്. സോ നമ്മുടെ ഹോണറിൻ്റെ വൈറ്റ് സാരി സെക്ഷൻ്റെ വിശേഷങ്ങൾ കാണാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു സൈഡ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രീമിയം കളക്ഷൻസ് ആണ്. നമുക്ക് ബോത്ത് പ്രീമിയം ആൻഡ് ബഡ്ജറ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് അതിനനുസരിച്ചാണ് നമ്മളിവിടെ റാക്കുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏത് റേഞ്ചിലുള്ള ഐറ്റംസ് ചോദിച്ചാലും അത് ഡിഫറെൻറ്റ് ക്വാളിറ്റിയിലും ഡിഫറെൻറ്റ് ഫാബ്രിക്സിലും നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഡിസൈൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ യാതൊരുവിധ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമ്മൾ ഒത്തിരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി റിസർച്ച് ചെയ്തും മാർക്കറ്റ് സ്റ്റഡി നടത്തിയൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ്. നമ്മൾ നമ്മുടെ ഓരോ വീഡിയോസിലും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് നല്ല എഫേർട്ടും ടൈമും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിന് എന്ത് യുണീക്കായിട്ട് കൊടുക്കാമെന്നുള്ള ആ ഒരു ചിന്തയുടെ പുറത്തിലാണ് നമ്മൾ ആ ഒരു കളക്ഷൻസ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ്. ആൻഡ് നമുക്ക് ഫാബ്രിക്സ് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു 10 വെറൈറ്റി ഓഫ് ഫാബ്രിക്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് വരുന്നത് മൂങ്ക ചെക്ക്, കോട്ട ചെക്ക്, സൂപ്പർ നെറ്റ്, ഓർഗൻഡി, ഓർഗൻസ, പിന്നെ കോട്ടണിൽ വരുന്ന ഐറ്റംസ് ഉണ്ട്, ചന്തേരി, അതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് വരുന്നത്. ആൻഡ് നമുക്ക് വരുന്ന കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ വൈറ്റിൽ കളറ്, വൈറ്റ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന കളക്ഷൻസാണ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കളക്ഷനിൽ കൂടുതൽ
കൂടുതലും അവൈലബിൾ ആയിട്ടിരിക്കുന്ന വർക്ക് വരുന്നത് ഒന്നെങ്കിൽ ത്രെഡ് വർക്ക് വരും, അല്ലെങ്കിൽ ആപ്ലിക് വർക്ക് വരും, അല്ലെങ്കിൽ സെൽഫ് വർക്ക്, പ്ലെയിൻ, അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വർക്ക് വരുന്നുണ്ട്. ആൻഡ് ആപ്ലിക്കൊക്കെ കുറേ കാലങ്ങളായിട്ട് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന വർക്ക്സാണ്. അതിൽ തന്നെ നമ്മൾ ഈ പ്രാവശ്യം ഒത്തിരി വെറൈറ്റീസ്, അതായത് യൂഷ്വലി കാണുന്ന ആപ്ലിക് വർക്കിൽ നിന്നും ഒത്തിരി വെറൈറ്റി വർക്ക്സ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. കാരണം എപ്പോഴും ആപ്ലിക് എന്ന് പറയുകയാണെങ്കിൽ കളറിലും നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മുടെ കയ്യിൽ യൂണിഫോം സാരീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ യൂണിഫോം സാരീസിലൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ആപ്ലിക് വർക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ആ ഒരു കളക്ഷനും കൂടെ നോക്കിയിട്ട്, അത് മാത്രമല്ലാണ്ട് ഒത്തിരി ഇപ്പം നമ്മൾ നോർമലി കാണുന്ന കളക്ഷൻസിൽ നിന്നൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുള്ള ആപ്ലിക് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എംബ്രോയ്ഡറീസ് ആണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ വൈറ്റിൽ റെഡ് കോമ്പിനേഷനിൽ വരുന്നതാണെങ്കിലും കുറച്ചുകൂടെ ഒരു ഡിസൈനർ കളക്ഷൻസ് ഈ പ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ അങ്ങനത്തെ കസ്റ്റമേഴ്സും നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു കളക്ഷൻസ്, അതായത് ഒന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ കുറച്ച് സെലക്റ്റീവായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള കളക്ഷൻസും കൂടെ ഈ പ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ കംപ്ലീറ്റ് സാരീസും കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാരീസിൻ്റെ സേഫ്റ്റി, അതായത് നമ്മുടെ ആ ഒരു പ്യൂരിറ്റി അല്ലെങ്കിൽ ആ വൈറ്റ് കളറിൽ ഡാമേജ് ഒന്നും വരുത്താണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു രീതി നോക്കിയേക്കുന്നത്. ആൻഡ് ഈ ഒരു സാരിയൊക്കെ നോക്കുവാണെങ്കിൽ ഇത് വരുന്നത് ഓർഗൻസ ഫാബ്രിക്കിലാണ്. ആൻഡ് കംപ്ലീറ്റ്ലി ഒരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ സാരീസിലും നമുക്ക് കൂടുതൽ മൂവിങ് വരുന്നത് ഫ്ലോറൽ പാറ്റേൺസ് ആണ്. സോ ഫ്ലോറൽ പാറ്റേൺസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസൈൻസ് ആണ് നമുക്ക് ഓരോ സാരീസിലും വന്നിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ഒരു 4 കളർ വെറൈറ്റി അവൈലബിൾ ആണ്. ആൻഡ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ ഡിസൈനും, എല്ലാത്തിനും അല്ല, ഓരോ ഡിസൈനും അതിൻ്റേതായ ഇതുപോലെ തന്നെ കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ്. സെയിം പാറ്റേണിൽ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക്. ഇപ്പോൾ ഈ ഒരു സാരിയൊക്കെ നോക്കുവാണെങ്കിൽ കോട്ടാ ചെക്കിലാണ് വരുന്നത്. കോട്ടാ ചെക്കിൽ ത്രെഡ് എംബ്രോയ്ഡറി ഒരു സിക്സാക്ട് പാറ്റേണിലൊക്കെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈനൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ യൂഷ്വലി കാണുന്ന ഇതുപോലത്തെ ഗോൾഡൻ വീവിംഗ് ഒക്കെ വരുന്നത് ഒരു ഓണം ടൈം, ആ ഒരു കേരള സാരി, ആ ഒരു ഡിസൈനിലൊക്കെയാണ്. അപ്പം ഇതിപ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൈറ്റിൽ നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് യുണീക്കായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടുവന്ന ഒരു കളക്ഷനാണിത്. ആൻഡ് ഈ ഒരു കളക്ഷൻ ഭയങ്കരമായിട്ട് ക്ലിക്ക് ആവുകയും ചെയ്തു. കാരണം ആ ഒരു ഗോൾഡൻ വീവിങ് യൂഷ്വലി കാണാത്തതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു ഇത് വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഇരിക്കുന്ന എല്ലാം വൈറ്റിൽ വൈറ്റ് വർക്ക് വരുന്ന കളക്ഷൻസ് ആണ്. ആൻഡ് ഈ ഒരു കളക്ഷൻസ് ഒക്കെ നമുക്ക് എല്ലായിടത്തും കാണിക്കൽ പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റിൽ വൈറ്റ് വർക്ക് തന്നെ വരുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെപ്തിൽ നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിൻ്റെ ചെറിയ ലിമിറ്റേഷനാണ് അത് വൈറ്റിൽ വൈറ്റ് വരുന്നത്. കാരണം ആ ഒരു കളറിൻ്റെ ഇഷ്യൂ കൊണ്ട് തന്നെയാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ആൻഡ് അതല്ലാണ്ട് നമുക്ക് മാക്സിമം നമ്മൾ അതിൻ്റെ ഡീറ്റെയിലിങ് നമ്മുടെ നമ്മുടെ ഇൻസ്റ്റഗ്രാം വീഡിയോസിലും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യലുണ്ട്. നമ്മൾ റീൽസിലൊക്കെ ആയിട്ട് മാക്സിമം അതിൻ്റെ ഡീറ്റെയിലിങ് നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റേഷൻസ് അതിൽ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഇഷ്യൂ ഇല്ലാണ്ടിരിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റിൽ കളർ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐറ്റംസൊക്കെ വൈറ്റിൽ കളർ വരുന്ന സാരീസാണ്. ആൻഡ് അതുപോലെ തന്നെ ഒത്തിരി സാരീസ് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഓർഗൻഡി ഫാബ്രിക്കിൽ വരുന്ന സാരീസാണ്. ഞാൻ ഇതിൻ്റെ കളക്ഷൻസ് ഒന്ന് ജസ്റ്റ് കാണിച്ചു പോവാം. കളക്ഷൻസ് നമ്മുടെ പ്രീമിയം കളക്ഷൻസിൽ വരുന്നതാണ്. ഈ ഫസ്റ്റ് ഇരിക്കുന്ന സാരിയുടെ ആപ്ലിക് വർക്കിൽ വരുന്നതാണ്. ഇതിൻ്റെയൊക്കെ നമുക്ക് കളർ ചേഞ്ച് അവൈലബിൾ ആണ്. ഈ ഇരിക്കുന്നത് ഒരു ഓർഗൻസയിൽ തന്നെ ഹാഫ് വൈറ്റിൽ ത്രെഡ് വർക്ക് വരുന്നൊരു പാറ്റേൺ ആണ്. നല്ല ഭംഗിയാണ്. ഓൾ ഓവർ ബോഡിയിലായിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്നത് കോട്ടയിൽ. ഇതിൻ്റെയൊക്കെ നമുക്ക് കളേഴ്സും അവൈലബിൾ ആണ്. ആൻഡ് ഒത്തിരി ഡിഫറെൻറ്റ് വെറൈറ്റീസും അവൈലബിൾ ആണ്. ഇതൊരു
ഇത് നമുക്ക് നല്ലൊരു മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ്. ഇതുപോലെ ഒരു ത്രെഡ് വർക്കിൽ വരുന്ന ഫ്ലോറൽ പാറ്റേൺ ഒരു ബോർഡർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇത് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ഉണ്ട്, ബോഡീസിലൊരു ചെറിയ ബുട്ട വർക്കൊക്കെ വന്നിട്ട്. ആൻഡ് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക് വർക്ക് വരുന്നത്. ആൻഡ് ഈ ഒരു പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ സാരി നിവർത്തി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി, ഞാൻ എല്ലാ കളക്ഷൻസും എടുത്ത് കാണിക്കുന്നില്ല, ഒത്തിരി പുതിയ കളക്ഷൻസ് ഇത് പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ വൈറ്റിലുണ്ട്. സോ നിങ്ങൾക്ക് ഓരോ കളക്ഷൻസും വന്ന് കണ്ടറിഞ്ഞ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം വൈറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോസിൽ കാണുന്നതിനേക്കാളും ഡയറക്റ്റ് വരുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ അറിഞ്ഞ് അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കണ്ട് മനസ്സിലാക്കി ഫാബ്രിക് ഒക്കെ നോക്കിയെടുത്തിട്ട് പോകാവുന്നതാണ്. ഇതുപോലെ ഒത്തിരി ഡിഫറെൻറ്റ് ഡിസൈൻ ഈ പറഞ്ഞ പോലെ ആപ്ലിക് ഉണ്ട്, ത്രെഡ് വർക്ക് ഉണ്ട്, ഞാനതൊക്കെ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ കളക്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്.